ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റെയിൻബോ മിറർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എല്ലാവരും ഫേമസ് ആയിട്ട് റിവ്യൂ ചെയ്യുന്ന ഡോക്ടർ ഷെത്തിന്റെ സെറാമൈഡ് ആൻഡ് വിറ്റാമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറിന്റെ റിവ്യൂ ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഡോക്ടർ ഷെത്തിന്റെ സെറാമൈഡ് ആൻഡ് വിറ്റാമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇത് ഇവർ പറയുന്ന ഓൾ സ്കിൻ ടൈപ്പിന് ഉപയോഗിക്കാം. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് സെറാമൈഡ് ആൻഡ് വിറ്റാമിൻ സി ആണ്. ഇവർ പറയുന്നത് പോലെ തന്നെ ഇത് ഓൾ സ്കിൻ ടൈപ്പിന് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ യൂസ് ആക്കിയിട്ട് എനിക്ക് ഓയിൽ ആയിട്ടൊന്നും തോന്നില്ല, നോൺ സ്റ്റിക്കി അല്ല, ഗ്രീസി ആയിട്ടൊന്നും തോന്നില്ല. നല്ല രീതിയിൽ തന്നെ ഒരു ഇട്ട ഉടനെ അത് സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യുകയും സ്കിന്ന് നല്ലൊരു സോഫ്റ്റ്നെസ് തരികയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ സെറാമൈഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഡൾ സ്കിന്ന് മാറ്റുകയും ഡാമേജ്ഡ് സ്കിന്നിനെ മാറ്റാനും സ്കിന്നിന്റെ ബാരിയർ ഒന്ന് റിപ്പയർ ചെയ്യുകയും ചെയ്യും. കഴിവതും 30+ ഒക്കെ ആയിട്ടുള്ളവര് എപ്പോഴും ഒരു സെറാമൈഡ് അടങ്ങിയ മോയ്സ്ചറൈസർ യൂസ് ആക്കുന്നത് തന്നെയാണ് നല്ലത്. അത് സ്കിൻ ബാരിയറിനെ റിപ്പയർ ചെയ്യാൻ സഹായിക്കും. പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് വിറ്റാമിൻ സി ആണ്. അതൊരു ബ്രൈറ്റ്നസ് തരുമെന്നാണ് ഇവർ പറയുന്നത്. ഇവർ പറയുന്ന പോലെ ചെറിയൊരു ബ്രൈറ്റ്നസ് തരുന്നുണ്ട്. എന്നാൽ നമുക്ക് അധികമായിട്ടൊരു ബ്രൈറ്റ്നസ് വേണം, നമ്മുടെ ബ്ലെമിഷ് മാറ്റും, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ മാറണമെങ്കിൽ നമ്മളൊരു വിറ്റാമിൻ സി പോലെയുള്ള സിറംസോ അങ്ങനെയുള്ള മറ്റ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാൽ അതൊക്കെ മാറുള്ളൂ. പിന്നെ ചെറിയൊരു ബ്രൈറ്റ്നസ് ഇത് സ്ഥിരം യൂസ് ചെയ്താൽ കിട്ടും. ഇത് 100 ഗ്രാമിന്റെ ബോട്ടിലാണ്. ഇതിന്റെ 50 ഗ്രാം ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു 50 ഗ്രാമിന്റെ ബോട്ടിൽ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക. എപ്പോഴും ഏത് മോയ്സ്ചറൈസർ ആയാലും ഏത് പ്രൊഡക്റ്റ് ആയാലും നമ്മുടെ മുഖത്ത് സ്കിന്നിനൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ. ഇവർ പറയുന്ന പോലെ എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കുകയും ചെയ്യാം. നോൺ ഗ്രീസിയും നോൺ സ്റ്റിക്കി ഒക്കെയാണ്. അപ്പോൾ ഇതിന്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കാം. ഇതാണ് ഇതിന്റെ ക്രീം കൺസിസ്റ്റൻസിയ. ഇതിങ്ങനെ ഇട്ട ഉടനെ അപ്പൊ തന്നെ ഇത് സ്കിന്നിലേക്ക് അബ്സോർവ് ആവും. അപ്പൊ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഇത് മേക്കപ്പിന് അകത്തും പുറത്തും നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട് ഈ മോയ്സ്ചറൈസർ. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഞാൻ 10ൽ 10 ഈ മോയ്സ്ചറൈസറിന് കൊടുക്കുന്നത്. എൻ്റെ ഇത് 3ാമത്തെ ബോട്ടിലാണ്. നല്ല രീതിയിൽ എനിക്കിത് വർക്കായിട്ടുണ്ട്. വർഷത്തിന് പിന്നെ ഞാൻ 2 പ്രൊഡക്റ്റുകൾ വേറെ ഉപയോഗിച്ചിട്ട് എനിക്ക് വർക്കായത് അവരുടെ 2 സൺസ്ക്രീൻ ആണ്. ഒന്ന് സെറാമൈഡ് ആൻഡ് വിറ്റാമിൻ സി സൺസ്ക്രീനും ഒന്ന് സെന്റൽ ആൻഡ് നിയാസിനമൈഡ് ഓയിൽ ആൻഡ് അയൺസ് കൺട്രോൾ സൺസ്ക്രീനുമാണ്. ഇതിൽ രണ്ടും ഞാൻ യൂസ് ആക്കിയിട്ടുണ്ട്. സെറാമൈഡ് ആൻഡ് വിറ്റാമിൻ സി സൺസ്ക്രീൻ വന്ന് എനിക്ക് തോന്നുന്നു ഡ്രൈ സ്കിന്നിനാ അത് വർക്കാവുന്നത്. ഞാൻ യൂസ് ആക്കിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് അതിട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വേർക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ വേർത്ത് വരുവാണ്. അതുകൊണ്ട് അതെനിക്ക് തോന്നുന്നത് ഡ്രൈ സ്കിന്നിനാണ് ആ സൺസ്ക്രീന് പറ്റുക. പിന്നെ ഇത് ഓയിൽ കൺട്രോൾ സൺസ്ക്രീൻ നിയാസിനമൈഡിന്റെ ഓയിൽ കൺട്രോൾ സെന്റൽ ആൻഡ് നിയാസിനമൈഡ് ഓയിൽ കൺട്രോൾ സൺസ്ക്രീന് വന്ന് അത് പിന്നെ ഓയിലി സ്കിന്നിനും പറ്റും, കോമ്പിനേഷൻ സ്കിന്നിന് നോർമൽ സ്കിന്നിനൊക്കെ പറ്റുന്ന നല്ലൊരു സൺസ്ക്രീനാണ്. അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ യൂസ് ആക്കിയിട്ട് എനിക്ക് നല്ല രീതിയിൽ വർക്കായ സൺസ്ക്രീനാണ്. അതിന്റെ പിക്ചർ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പൊ എന്റെ കയ്യിലില്ല, അത് തീർന്നു പോയി. അത് 2 ബോട്ടിൽ ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. സെറാമൈഡ് ആൻഡ് വിറ്റാമിൻ സി ഒരു ബോട്ടിലോ യൂസ് ചെയ്തോളൂ. അതെനിക്ക് വർക്കാകത്തോളൂ. പിന്നെ ഞാൻ വാങ്ങിയില്ല. മറ്റേത് ഞാൻ 2 ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല രീതിയിൽ വർക്കായ പ്രൊഡക്റ്റ് ആണ്. അതിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഡോക്ടർ ഷെത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ ഇവിടെ വേറൊരു മോയ്സ്ചറൈസറിനെ കുറിച്ചും കൂടെ പറയാം. ഞാൻ വാങ്ങിച്ചിട്ട് അതെനിക്ക് വർക്കായോ ഇല്ലയോ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അത് ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സെറ്റാഫിലിന്റെ ഡാം ഡെയിലി അഡ്വാൻസ്ഡ് അൾട്രാ ഹൈഡ്രേറ്റിംഗ് ലോഷൻ ആണ്. ഇത് ഓൾ സ്കിൻ ടൈപ്പിന് ഉപയോഗിക്കാമെന്ന ഇവർ പറയുന്നത്. ഫേസ് ആൻഡ് ബോഡി ലോഷൻ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. ഇതാണ് ആ പ്രൊഡക്റ്റ്. ആൻഡ് ബോഡി ഓൾ സ്കിൻ ടൈപ്പിന് ഉപയോഗിക്കാമെന്ന് അവർ പറയുന്നത്. ഇവർ പറയുന്നത് പോലെ ഇത് ഓൾ സ്കിൻ ടൈപ്പിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഗ്രീസി ആയിട്ടും ഓയിലി ആയിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്കിത് ഞാനൊരു 50 ഡേയ്സ് 20 ഡേയ്സോളം ഞാൻ ഇത് അടുപ്പിച്ച് യൂസ് ആക്കിയിരുന്നു. അപ്പോഴെല്ലാം എനിക്ക് പിമ്പിൾ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ നിർത്തി വെച്ചിട്ട് വേറെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ പിമ്പിൾ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന്റെയാണ്. അപ്പോൾ ഇത് പിന്നെ ഇത് ബോഡിക്കും പിന്നെ കയ്യിലും കാലിലും ഒക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാം. കാരണം ബോഡി ലോഷൻ ആയിട്ട് ഇത് വർക്കാവും. പിന്നെ ഇത് യൂസ് ആക്കാൻ പറ്റുന്ന നല്ല ഡ്രൈ സ്കിന്നിനും സെൻസിറ്റീവ് സ്കിന്നിനും നല്ല രീതിയിൽ വർക്കാവും. പിന്നെ കാരണം നല്ല രീതിയിൽ മോയ്സ്ചർ ലോക്ക് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ രാവിലെ ഇട്ടാൽ ഒരു വൈകുന്നേരം വരെ ഫേസ് നല്ല മോയ്സ്ചർ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ എനിക്കിത് വർക്കായില്ല. ഇവർ 24 മണിക്കൂർ മോയ്സ്ചറൈസർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 24 മണിക്കൂർ മോയ്സ്ചറൈസർ ഉണ്ട്. ഇതിൽ പിന്നെ ഷിയ ബട്ടർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മോയ്സ്ചർ ആയിട്ട് കിട്ടുകയും ചെയ്യും.
പിന്നെ ഇതിൽ 3 ഇയർ വാറണ്ടി ഉണ്ട്. നിങ്ങൾക്കിത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് 100 ഗ്രാമിന്റെ ബോട്ടിലാ, അവര് 50 ഗ്രാമിന്റെ ബോട്ടിലൊക്കെ ഉണ്ട്. അത് വാങ്ങിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഏതൊരു മോയ്സ്ചറൈസർ നിങ്ങൾ വാങ്ങുമ്പോഴും അത് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വാങ്ങാവുള്ളൂ. നമുക്കിപ്പോൾ ഇപ്പോൾ ഓയിലി സ്കിന്നാ കോമ്പിനേഷൻ സ്കിന്നാന്ന് പറഞ്ഞ് നമ്മൾ റിവ്യൂ ചെയ്താലും നിങ്ങളത് യൂസ് ആക്കുമ്പോൾ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടോ ഫേസിലേക്ക് മൊത്തത്തിൽ ഇടാവുള്ളൂ. ആദ്യം ഇവിടെയോ അതിലെ ചെവിയുടെ പിറകിലോ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം നമ്മുടെയൊക്കെ സ്കിൻ എന്ന് പറയുന്ന പലതരത്തിലുള്ള ഇഷ്യൂ ഉള്ള സ്കിന്നുകളാണ്. അപ്പൊ നമ്മൾ ഒരാൾ യൂസ് ആക്കിയിട്ട് അവർക്ക് അത് വർക്കായെന്ന് പറഞ്ഞ് നമ്മളത് വാങ്ങിച്ചിടുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത് വർക്കായെന്ന് വരത്തില്ല. ചിലർക്ക് വർക്കാവും, ചിലർക്ക് വർക്കായില്ല എന്ന് പറയുന്ന പോലെ ഇതെനിക്ക് വർക്കായില്ല. അതുപോലെ നിങ്ങൾക്കും ചിലപ്പോൾ ഇത് അതുപോലെ ഞാൻ റിവ്യൂ കണ്ടു വാങ്ങിച്ച മോയ്സ്ചറൈസറാ, പക്ഷെ എനിക്കിത് വർക്കായില്ല. അതുപോലെയാണ് ഓരോ കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ പിന്നെ എല്ലാവരും ഫേമസ് ആയിട്ട് വേറെ റിവ്യൂ ചെയ്യത്തില്ലേ, മറ്റേ ന്യൂട്രിഡേമിന്റെ മോയ്സ്ചറൈസർ, അതും ഞാൻ ഇതുപോലെ റിവ്യൂ കണ്ട് വാങ്ങിച്ച് ഞാൻ യൂസ് ആക്കിയിരുന്നു. അതും എനിക്ക് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ പിമ്പിൾ വന്നു. ഒരു 1 month ഒക്കെ ഞാൻ ഉപയോഗിച്ചു. അത് ഭയങ്കര ഫേമസ് ആയിട്ട് എല്ലാവരും നല്ല രീതിയിൽ റിവ്യൂ ചെയ്യുന്നുണ്ട്. അത് നല്ല മോയ്സ്ചറൈസർ ഒക്കെ ആയിട്ട് കഴിയുമ്പോഴത്തേക്കും സ്റ്റിക്നെസ് ഒന്നുമില്ല, മുഖം നല്ല സോഫ്റ്റ് ആവും. മേക്കപ്പിന്റെ അടിയിലും പുറത്തൊക്കെ ഇടാം, ഇങ്ങനെ വേർത്ത് ഒഴിച്ചു വരുമൊന്നുമില്ല, നല്ല ഭംഗിക്ക് മുഖം ഇരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എനിക്ക് പിമ്പിൾ വന്നു, എനിക്കിത് വർക്കായില്ല. അപ്പൊ അതുപോലെ നിങ്ങൾ ഏതൊരു മോയ്സ്ചറൈസറും ഏതൊരു പ്രൊഡക്റ്റ്, മോയ്സ്ചറൈസർ എന്നല്ല ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ സ്കിന്നിന് വേണ്ടിയായിട്ടുള്ള ഹെയറിന് വേണ്ടിയിട്ടാണല്ലോ വാങ്ങുമ്പോൾ അത് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക. പിന്നെ ഇതൊരു 3 ഇയർ വാറണ്ടി ഒക്കെ ഉണ്ട്. ഇതിപ്പോ എന്റെ കയ്യിൽ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 2 വർഷത്തോളമായി എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ എക്സ്ട്രീമിലി മുഖം ഡ്രൈ ആകത്തില്ലേ, നല്ല രീതിയിൽ ഡ്രൈ ആകുമ്പം, അതായത് വിന്ററിലൊക്കെ എനിക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ഡ്രൈനെസ് വരാറുണ്ട് ഈ ഭാഗത്തൊക്കെ. അപ്പം ഞാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇതെനിക്കിത് വർക്കാറുണ്ട്. അതുകൊണ്ട് ഇതിനി 2025 വരെ ഉണ്ട്. അപ്പൊ ഇത് തീരുന്നതിന് മുന്നേ ഉപയോഗിച്ചത്. പിന്നെ നിങ്ങൾ മോയ്സ്ചറൈസർ ഒക്കെ വാങ്ങിച്ച് കൈ വെച്ചിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാത്ത പ്രൊഡക്റ്റ് ഒന്നും കളയൊന്നും വേണ്ട. നിങ്ങളത് കയ്യിലും കാലിലും തേച്ച് അങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ മതി. അല്ലാതെ ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ, അത് മുഖത്ത് തന്നെ ഇട്ട് തീർക്കാന്ന് പറഞ്ഞ് മുഖത്ത് തന്നെ ഇട്ട് മുഖത്തിന് പിന്നെ ഇഷ്യൂ വലിച്ചു വെക്കാതെ ഒന്നല്ലെങ്കിൽ ആർക്കെങ്കിലും യൂസ് ആകുന്നവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അത് കയ്യിലും കാലിലും തേച്ച് തീർക്കുക. അങ്ങനെ ചെയ്യാം. അത് പിന്നെ അത് മുഖത്ത് തന്നെ ഇട്ട് മുഖത്ത് കൂടുതൽ ഇഷ്യൂ ഉണ്ടാക്കി വെക്കരുത്. ഇതൊക്കെയാണ് ഇന്നത്തെ ഈ മോയ്സ്ചറൈസറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, അത് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്ക് ബൈ.